എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിലെ അവസാനത്തെ പാർട്ട്, അതായത് അൺചേഞ്ചിങ് കോഷൻസ്. അൺചേഞ്ചിങ് കോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാറാത്ത ഹരണഫലം. അപ്പം നമുക്ക് ഒരു ക്ലാസ് റൂം, ആ ക്ലാസ് റൂമിൽ ഇപ്പോൾ ഒരു 40 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. 40 കുട്ടികളുള്ള ഒരു ക്ലാസ്. ആ ക്ലാസ്സിലെ പുതിയ ടീച്ചർ വന്നപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു? ടീച്ചർ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഒരേ പേന കൊടുക്കാൻ തീരുമാനിച്ചു. മനസ്സിലായല്ലോ? സന്തോഷമായിട്ട് എല്ലാ കുട്ടികൾക്കും ഒരേ പേന. അപ്പോൾ അവിടെ എത്ര കുട്ടികളുണ്ട്? മൊത്തം 40 കുട്ടികളുണ്ട് അല്ലേ? അപ്പോൾ 40 കുട്ടികളാണെങ്കിൽ എത്ര പേനകൾ വേണ്ടി വരും? 40 പേനകൾ വേണ്ടി വരും അല്ലേ? 40 പേനകൾ വേണ്ടി വരും. ഓരോരുത്തർക്കും ഒരേ പേനല്ലേ കൊടുക്കുന്നത്? ഓക്കെ. അപ്പോൾ ടീച്ചർക്ക് മൊത്തം പേനകൾക്ക് മൊത്തം എത്ര പൈസ ആയി? ഒരു 200 രൂപയായി. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 40 കുട്ടികൾക്കും കൂടിയിട്ട് ടീച്ചർ ഓരോ കുട്ടികൾക്കും ഒരേ പേന കൊടുത്തപ്പോൾ ടീച്ചർക്ക് എത്ര രൂപ ചിലവായി? 200 രൂപ ചിലവായി. അതായത് ഇവിടെ ടോട്ടൽ അല്ലേ? മൊത്തം ചിലവായ തുക 200 രൂപ ചിലവായി. അപ്പോൾ പിന്നത്തെ മാസം അപ്പം എന്ത് ചെയ്തു? അപ്പുറത്തെ ഡിവിഷനിലെ കുട്ടികൾ, ഇതിപ്പോൾ ടീച്ചർ ഡിവിഷൻ എ ആണ്. അപ്പോൾ അപ്പുറത്തെ ബി ഡിവിഷനിലെ കുട്ടികൾ പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്ക് ഇത് കിട്ടിയില്ല പേന എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു? പിന്നത്തെ പ്രാവശ്യം എന്ത് ചെയ്തു? എല്ലാ കുട്ടികൾക്കും, അതായത് ആ ടീച്ചർ പഠിപ്പിക്കുന്ന ആ 2 ഡിവിഷനിലെയും കുട്ടികൾക്ക് പേന കൊടുക്കാൻ തീരുമാനിച്ചു. മനസ്സിലായോ? അപ്പോൾ ഈ ഡിവിഷനിൽ 40 കുട്ടികളുണ്ടായിരുന്നു, അപ്പുറത്തെ ഡിവിഷനിൽ 40 കുട്ടികൾ. അപ്പോൾ മൊത്തം എത്ര കുട്ടികളായി? 80 കുട്ടികളുണ്ട് അല്ലേ? അപ്പോൾ 80 കുട്ടികൾക്ക് പേന കൊടുക്കണം അല്ലേ? അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു? 80 പേന വാങ്ങി. അപ്പോൾ ടീച്ചർക്ക് എത്ര പൈസ ചിലവായി? 400 രൂപ. ടീച്ചർക്ക് 80 പേന വാങ്ങിയപ്പോൾ ടീച്ചർക്ക് 400 രൂപ ചിലവായി. പിന്നെ ടീച്ചർ പറഞ്ഞു, ഇനി ഞാൻ എല്ലാവർക്കും അങ്ങനെ പേന തരില്ല, പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ പേന തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഒരു പണിയെ അടുത്ത പ്രാവശ്യം ക്ലാസ്സിൽ എ ഗ്രേഡ് വാങ്ങുന്ന എല്ലാ കുട്ടികൾക്കും പേനാന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ എത്ര കുട്ടികൾ എ ഗ്രേഡ് വാങ്ങി? മൊത്തം 2 ക്ലാസ്സിലും കൂടിയിട്ട് 20 കുട്ടികൾ എ ഗ്രേഡ് വാങ്ങി. അപ്പോൾ എത്ര പേന വാങ്ങണം? 20 പേന വാങ്ങണം അല്ലേ? അപ്പോൾ 20 പേന ടീച്ചർ വാങ്ങി. അപ്പോൾ ടീച്ചർക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വന്നു? 100 രൂപ ടീച്ചർ കൊടുത്തു. അപ്പോൾ 20 പേനയ്ക്ക് 100 രൂപയാണ് ടീച്ചർക്ക് ചിലവായത്. ഓക്കെ. പിന്നെ ടീച്ചർ എന്ത് പറഞ്ഞു? ഇനി ഞാൻ അടുത്ത പ്രാവശ്യം A+ കിട്ടുന്ന കുട്ടികൾക്ക് മാത്രമേ ഞാൻ പേന തരുകയുള്ളൂ. അപ്പോൾ ആ പരീക്ഷയ്ക്ക് ആകെ 5 കുട്ടികൾക്കാണ് A+ കിട്ടിയത്. അപ്പോൾ എത്ര പേന ടീച്ചർ വാങ്ങി? 5 പേന വാങ്ങി അല്ലേ? അപ്പോൾ ടീച്ചർക്ക് എത്ര ക്ലാസ് ചിലവായി? ടീച്ചർക്ക് 25 രൂപ അതിനു വേണ്ടി ചിലവായി. അപ്പോൾ ആദ്യം ടീച്ചർ 40 പേന വാങ്ങി, ടീച്ചർക്ക് 200 രൂപ ചിലവായി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പേനയ്ക്ക് എത്ര രൂപ ചിലവായിട്ടുണ്ടാവും? നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? എന്ത് ചെയ്താൽ മതി? നോക്കിയേ, മൊത്തം 200 രൂപ ചിലവായി, 40 പേന വാങ്ങി അല്ലേ? ഇപ്പം നോക്കിയേ, ഇപ്പം നമുക്ക് 20 രൂപ കൊടുത്തിട്ട് നമുക്ക് ഒരു 4 മിഠായി കിട്ടി. 20 രൂപ കൊടുത്തപ്പോൾ 4 മിഠായി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു മിഠായിക്ക് എത്ര രൂപ വന്നിട്ടുണ്ടാവും? മൊത്തം എത്രയാണ് നമുക്ക് കൊടുത്തത്? 20 രൂപ കൊടുത്തു അല്ലേ? അപ്പോൾ 20നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് 5. അപ്പോൾ 5 രൂപയാണ് ഒരു മിഠായിയുടെ വില. ശരിയല്ലേ? 20 രൂപ കൊടുത്തു, 4 മിഠായി വാങ്ങി. അപ്പോൾ ഒരു മിഠായിക്ക് എത്ര ഉണ്ടാവും? 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? അപ്പോൾ 5 കിട്ടി. അപ്പോൾ 5 രൂപയാണ് ഒരു മിഠായിയുടെ വില. അതുപോലെ ഇവിടെ നോക്കിയാൽ 200 രൂപ കൊടുത്തു, 40 പേനകൾ വാങ്ങി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എത്രയായിരിക്കും? 200നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 200നെ 40 കൊണ്ട് ഹരിക്കണം ആണല്ലോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ 0 0 അല്ലേ? രണ്ടിനും 0 ഉണ്ടെങ്കിൽ നമുക്ക് 0നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, വെട്ടിക്കളയാം അല്ലേ? അതായത് 10 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഈ 0 പോയി. ഇനി 20/4 അല്ലേ? 20നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നോക്കി 4ന്റെ ടേബിളിൽ 5 × 4 20 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 5 കിട്ടി. അപ്പോൾ ഒരു പേനയുടെ വില 5 രൂപയായിരുന്നു. പിന്നെ എത്ര ടീച്ചർ 80 പേന വാങ്ങി, 400 രൂപ കൊടുത്തു. അപ്പോൾ ഒരു പേനയുടെ വില എത്രയായിരുന്നു? ഇവിടെ ചെയ്തപ്പോൾ നമുക്ക് ചെയ്യാലോ. മൊത്തം ടീച്ചർ 400 രൂപ കൊടുത്തു. എത്ര പേന വാങ്ങി? 80 പേന വാങ്ങി അല്ലേ? അപ്പോൾ 400/80 എത്ര കിട്ടും നോക്കിയാൽ, ഇവിടെ 0 1 0 മുകളിലത്തെ 1 0 ക്യാൻസൽ ചെയ്തു. ബാക്കി 40/8 അല്ലേ? നമുക്ക് അറിയാം 8ന്റെ ടേബിൾ 8 × 5 40. അപ്പോൾ നമുക്കിവിടെ 5 കിട്ടി അല്ലേ? അപ്പോഴും ഒരു പേനയുടെ വില 5 രൂപ തന്നെ ആയിരുന്നു. ഇനി ഇവിടെ നോക്കിയേ, 100 രൂപയ്ക്ക് 20 പേന വാങ്ങി അല്ലേ? അപ്പോൾ ഒരു പേനയുടെ വില എത്രയായിരിക്കും? നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് 100നെ എന്ത് ചെയ്യാം? 100നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഇവിടെ നോക്കിയാൽ ഈ 0 പോയി. 10/2 എത്രയാണ്? 5. അപ്പോൾ ഇവിടെയും 5 രൂപ തന്നെ. ഇനി ഇവിടെ നോക്കിയാൽ 25 രൂപ കൊടുത്ത് 5 പേന വാങ്ങി അല്ലേ? അപ്പോൾ ഒരു പേനയുടെ വില എത്രയാണ്? 25/5. 25/5 എത്രയാണ്? 5 അല്ലേ? അപ്പോൾ ഇവിടെയും 5 രൂപ തന്നെ അല്ലേ?
അപ്പോൾ ഈ 4 പ്രാവശ്യം ടീച്ചർ ഈ പേന വാങ്ങിയപ്പോൾ ഓരോ പേനയ്ക്ക് എത്ര പൈസ വന്നിട്ടുണ്ട്? 5 രൂപ വെച്ചാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോക്കിയേ, പേനകളുടെ എണ്ണം മാറി അല്ലേ? പേനകളുടെ എണ്ണം ആദ്യം 40 വാങ്ങി, പിന്നെ 50 വാങ്ങി, പിന്നെ 20 വാങ്ങി, പിന്നെ 5 വാങ്ങി. അപ്പോൾ പേനകളുടെ എണ്ണം മാറിയിട്ടുണ്ട്. അതുപോലെ ടീച്ചർ മൊത്തം കൊടുത്ത പൈസയും ചെലവായ പൈസയും മാറിയിട്ടുണ്ട്. ഇവിടെ 40 200 രൂപ കൊടുത്തു, ഇവിടെ 50 മാറി, ഇവിടെ 400 ആയി, ഇവിടെ 20 ആയി, പിന്നെ ഇവിടെ 100 ആയി അല്ലേ? ഇവിടെ 5 ആയി, ഇവിടെ 25 ആയി അല്ലേ? അതായത് പേനകളുടെ എണ്ണവും അതുപോലെ തന്നെ ടീച്ചർ ചെലവാക്കിയ തുകയും ഓരോ മാസവും മാറിയിട്ടുണ്ട് അല്ലേ? പക്ഷേ എന്ത് മാറിയില്ല? പേനയുടെ വില മാത്രം മാറിയിട്ടില്ല. പേനയുടെ വില അപ്പോഴും 5 രൂപയായിരുന്നു. പിന്നീട് വാങ്ങിയപ്പോൾ 5 രൂപ, പിന്നീട് വാങ്ങിയപ്പോൾ 5 രൂപ, പിന്നീട് വാങ്ങിയപ്പോൾ 5 രൂപ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, ആദ്യം 200-നെ നമ്മൾ 40 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 5 കിട്ടി അല്ലേ? 200-നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 കിട്ടി. പിന്നെ നോക്കിയേ, 400-നെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴും നമുക്ക് 5 കിട്ടി. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഒരേ സംഖ്യ തന്നെ കിട്ടാൻ കാരണം? ഇവിടെ നോക്കിയേ, 40 എന്നുള്ളത് എന്തായി മാറി? 80 ആയി മാറി അല്ലേ? അതായത് ഇരട്ടിയായി അല്ലേ? അപ്പം ഇരട്ടിയായി, അതായത് ഇതിനെ 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 80 കിട്ടിയത്. അതേപോലെ എന്ത് ചെയ്തു? ഈ 200-നെ എന്തുകൊണ്ട് ഗുണിച്ചു? 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് 400 കിട്ടി. അപ്പം 40-നെ 200 കൊണ്ട് 200-നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അതേ സംഖ്യയുടെ ഉത്തരം തന്നെ നമുക്ക് എന്ത് കിട്ടും? 400-നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടും. എന്താണ് കാരണം? ഇതിനെ 2 കൊണ്ട് ഗുണിച്ചു, അതേപോലെ ആ 2 കൊണ്ട് തന്നെ ഇതിനെയും ഗുണിച്ചു അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, 200 100 അല്ലേ? 200 100 200 അല്ലേ? 200 അങ്ങനെ 100 ആവാം? 2 കൊണ്ട് ഹരിച്ചപ്പോൾ അല്ലേ? 2 കൊണ്ട് ഹരിച്ചു, ഇതിന് പകുതിയാണ്. അപ്പം ഇവിടെ നോക്കിയേ, 40 എന്തായി? 40 20 എന്ത് ചെയ്തു? അതിനെയും 2 കൊണ്ട് ഹരിച്ചു അല്ലേ? അതായത് ഇതിൻ്റെയും പകുതി എടുത്തു. അപ്പം ഇവിടെ പകുതി എടുത്തപ്പോൾ ഇവിടെ പകുതി എടുത്തു, ഇവിടെ ഇരട്ടി എടുത്തപ്പോൾ ഇവിടെയും ഇരട്ടി എടുത്തു. ഇനി ഇവിടെ നോക്കിയേ, 40-നെ 8 കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് 5 കിട്ടുക അല്ലേ? 8 × 5 40 അല്ലേ? അപ്പം 40-നെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ 5 കിട്ടി. അപ്പോൾ 200-ന് നോക്കിയാൽ 200-നെയും 8 കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? 25 കിട്ടുക. അപ്പോൾ ഒന്നുകിൽ ഒരേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുക, അതല്ലെങ്കിൽ ഒരേ സംഖ്യ കൊണ്ട് തന്നെ ഹരിക്കുക അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം കിട്ടിയ ഉത്തരം തന്നെ കിട്ടും. എന്ത് ചെയ്താൽ മതി? ഒരേ സംഖ്യ കൊണ്ട് ഈ 2 സംഖ്യകളും ഗുണിക്കുക, അതല്ലെങ്കിൽ ഹരിക്കുക. എന്നിട്ട് അവയെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഹരിച്ച അതേ ഉത്തരം തന്നെ കിട്ടും. കണ്ടല്ലോ, ഹരിക്കാനുള്ള പല ചോദ്യങ്ങൾ നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ ഈ മാർഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അത് നമുക്ക് 1-2 ഉദാഹരണങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നോക്കിയാൽ 135 ഇതിനെ എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 5 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ്? ഈ 5 എന്നുള്ളത് മാറ്റി ഇത് നമുക്ക് ഹരിക്കാൻ പറ്റും അല്ലേ? പക്ഷെ കുറച്ചും കൂടി ഈസിയായ മാർഗം ഏതാണെന്ന് നോക്കിയാൽ, ഇവിടെ നമുക്ക് 5-ന് പകരം 10 ആക്കിയാലോ? 10 ആക്കിയാൽ എങ്ങനെ ഇരിക്കും? അതായത് ഞാനിവിടെ 10 ആക്കുന്നു, 10 കൊണ്ട് ഹരിക്കുന്നു. ഇവിടെ 135 ഹരിക്കണം 5 അല്ലേ? ഓക്കെ, ഇതിന് ഞാൻ അടിയിൽ 10 ആക്കുന്നു. 10 ആക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതാക്കാൻ പറ്റുമോ? ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാലാണ് ഇവിടെ 10 കിട്ടുക അല്ലേ? അപ്പം ഞാൻ ഇതിനെ 2 കൊണ്ട് ഗുണിച്ച് ഇവിടെ 10 ആക്കി. അങ്ങനെയാണെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഗുണിക്കണ്ടേ? നാം പറഞ്ഞു ഏത് സംഖ്യ കൊണ്ടാണ് ഗുണിക്കുന്നത് അതുകൊണ്ട് 2-നെയും ഗുണിക്കണം. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഗുണിക്കാൻ നമുക്ക് എളുപ്പമുണ്ടോ? 135-ന്റെ ഇരട്ടി എത്രയാണ്? 270. നമുക്ക് പെട്ടെന്ന് അറിയാം അല്ലേ? 100-ന്റെ ഇരട്ടി 200, 35-ന്റെ ഇരട്ടി 70 അല്ലേ? അപ്പം നമുക്കറിയാം 270. ഇനി നമുക്ക് എളുപ്പം ഹരിക്കാമല്ലോ അല്ലേ? ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എത്ര വന്നു? 27. കണ്ട, പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ലേ? ഈ 135-നെ 5 കൊണ്ട് ഹരിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്തു? 5-നെ നമ്മൾ 10 ആക്കി അല്ലേ? അത് 2 കൊണ്ട് ഗുണിച്ചു. ഇപ്പം ഇവിടെയും നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് 270/10 കിട്ടി. 2 0 ക്യാൻസൽ ചെയ്ത് 27 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി വേണമെങ്കിൽ മറ്റൊരു ഉദാഹരണം നോക്കിയാൽ 315 അതിനെ എന്തുകൊണ്ട് ഹരിക്കണം? 35 കൊണ്ട് ഹരിക്കണം. ഇപ്പം എന്ത് ചെയ്യും? നോക്കിയാൽ 315 ഹരിക്കണം 35 അല്ലേ? നമുക്കതിനെന്ത് ചെയ്യാം? 35 അല്ലെ? 35 കൊണ്ട് 315-നെ കൊണ്ട് ഹരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ? ഓക്കെ, നമുക്ക് പറ്റുമോ? എന്നാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 35-നെ നോക്കിയാൽ ഇതിൻ്റെ ഇരട്ടിയാക്കാം. ഇരട്ടിയാക്കുമ്പോൾ എന്ത് തോന്നുന്നു? നമുക്ക് 70 കിട്ടി അല്ലെ? ഒരു 0 കിട്ടി അല്ലേ? അപ്പോൾ ഇതിനെ ഞാൻ 70 ആക്കി. 70 ആക്കിയാൽ എന്താ ചെയ്തത്? ഇവിടെ 2 കൊണ്ട് ഗുണിച്ചു അല്ലേ? ഇരട്ടിയാക്കി. അപ്പോൾ ഇവിടെ എന്ത് വേണം? നമ്മൾ 2 കൊണ്ട് ഗുണിക്കണ്ടേ? ഗുണിക്കണം അല്ലേ? അപ്പോൾ 315-നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 2 കൊണ്ട് ഗുണിക്കാൻ വളരെ എളുപ്പം പറ്റും അല്ലേ? ഇനി അതല്ലേ നോക്കിയാൽ 300-ന്റെ ഇരട്ടി എത്രയാണ്? 600. 15-ന്റെ ഇരട്ടി എത്രയാണ്? 30 അല്ലേ? അപ്പോൾ 630. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? 315-നെ 2 കൊണ്ട് ഗുണിച്ച് നോക്കാം അല്ലേ? അതിപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 630/70 കിട്ടി അല്ലേ? ഇനി നോക്കിയാൽ ഈ 0 അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി 63/7 എത്രയാണ്?
7ൻ്റെ ടേബിൾ 9 × 7 അല്ലേ, 9 × 7 63. അപ്പോൾ 9. അതല്ലെങ്കിൽ നമ്മൾ 315നെ 35 കൊണ്ട് ഹരിക്കുമ്പോൾ കുറേ സമയം എടുക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ മാറ്റി എഴുതിയാൽ മതി. അത് മനസ്സിലായില്ലേ? ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 126. അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. 345നെ 15 കൊണ്ട് ഹരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് 15 കൊണ്ട് ഹരിക്കാനൊക്കെ അറിയാം, പക്ഷേ ഇത്തിരി പണിയാണ് ഇതല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? എളുപ്പമായ മാർഗം അല്ലേ, ഒരു എളുപ്പപ്പണിയിൽ ചെയ്യാൻ പോകുന്നു. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയേ, 345 ഹരിക്കണം 15 അല്ലേ, ഇതാണ് നാം ചെയ്യേണ്ടത്. ഇതിനെ നാം എന്ത് ചെയ്യുന്നു? എളുപ്പം അല്ലേ, എളുപ്പത്തിലാക്കാൻ പോണ്. ഈ 15 എന്നുള്ളത് നാം എന്ത് ചെയ്യുന്നു? എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 30 ആക്കുന്നു, അതിൻ്റെ ഇരട്ടിയാക്കുന്നു അല്ലേ. അപ്പോൾ 15നെ ഞാൻ ആദ്യം ഇരട്ടിയാക്കി 30. അതായത് ഇവിടെ 2 കൊണ്ട് ഗുണിച്ചു അല്ലേ, 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എനിക്കിവിടെ 30 കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് വേണം? 2 കൊണ്ട് ഗുണിക്കണം അല്ലേ, ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കണ്ടേ? ഗുണിക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 2 കൊണ്ട് ഗുണിക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും അല്ലേ. ഇപ്പോൾ 2 × 5 10 0, ബാക്കി 1. 4 × 2 8, 1 9. ഇനി 2 × 3 6. അപ്പോൾ 690. അതല്ലെങ്കിൽ നോക്കിയേ, 300ൻ്റെ ഇരട്ടി എത്രയാണ്? 600 അല്ലേ. 300ൻ്റെ ഇരട്ടി 600. പിന്നെ 45ൻ്റെ ഇരട്ടി എത്രയാണ്? 45ൻ്റെ ഇരട്ടി ഡബിൾ 90 അല്ലേ. അപ്പം അങ്ങനെ 690. അപ്പം അങ്ങനെ പറ്റുന്ന കുട്ടികൾ അങ്ങനെ ചെയ്യാം, അതാണ് എളുപ്പം. അതല്ലെങ്കിൽ നിങ്ങൾ 2 കൊണ്ട് ഗുണിച്ച് നോക്കാം. ഇനി നോക്കിയേ, ഇവിടെ മുകളിൽ ഒരു 0 വന്നു, അടിയിൽ ഒരു 0 വന്നു അല്ലേ. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഈ 2 0 ക്യാൻസൽ ചെയ്ത് കളഞ്ഞോ. ഇപ്പം എന്തായി മാറി? ഇപ്പം 345 ഹരിക്കണം 15 എന്നുള്ള എന്തായി മാറി? 69 ഹരിക്കണം 3 എന്നായി മാറി അല്ലേ. ഇനി നമുക്ക് നോക്കിയേ, 69നെ നമുക്ക് 3 കൊണ്ട് പെട്ടെന്ന് ഹരിച്ചൂടെ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. 69 ഹരിക്കണം 3, 6ൽ 2 പ്രാവശ്യം അല്ലെ, 3 × 2 6. 9 ഇറക്കിട്ടു. 9ൽ എത്ര 3 ഉണ്ട്? 3 3. 3 × 3 9 അല്ലേ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പം 23 എന്ന് ഉത്തരം കിട്ടി. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അല്ലേ, ഇതിനേക്കാൾ സമയം എടുക്കും അല്ലേ. അപ്പോൾ ഇതേ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ നമുക്ക് 0 വരേണ്ട രൂപത്തിലേക്ക് ഇതിനെ മാറ്റി എഴുതാം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ, ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ രൂപത്തിലേക്ക് നമ്മൾ ആദ്യം മാറ്റി എഴുതിയിട്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. 495 ഹരിക്കണം 45 അല്ലേ. അപ്പോൾ 495 ഹരിക്കണം 45. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ, ഇത് ഹരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം എന്ത് ചെയ്യുന്നു? നമ്മൾ 45നെ നമുക്ക് 0 വരുന്നൊരു സംഖ്യയിലേക്ക് മാറ്റാൻ പോകുന്നു അല്ലേ. എന്താക്കണം? അതിനെ ഇരട്ടിയാക്കുക അല്ലേ. അപ്പോൾ ഇരട്ടിയാക്കും. 45ൻ്റെ ഇരട്ടി എത്രയാണ്? 90 അല്ലേ, 90. അപ്പോൾ 45ന് ഞാൻ 2 കൊണ്ട് ഇവിടെ ഗുണിച്ചു അല്ലേ, അപ്പോഴാണ് നമുക്ക് 90 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ മുകളിൽ എന്ത് ചെയ്യണം? ഈ 2 കൊണ്ട് തന്നെ മുകളിലും ഗുണിക്കേണ്ടി വരും അല്ലേ. വേണ്ടേ? 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ ഇവിടെയും നമുക്ക് 2 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമാണ് അല്ലേ. 5 × 2 10, ബാക്കി 1. 9 × 2 18, 1 19, ബാക്കി 1. 4 × 2 8, 8 1 9. ഇനി ഇവിടെ നോക്കിയേ, 990/90 അല്ലേ. ഈ 0 ഈ 0 അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു അല്ലേ. അപ്പോൾ ചില കുട്ടികൾ 90 ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? അതങ്ങനെ ചെയ്യരുത്. ഇത് 990 അല്ലേ, ഇവിടെ 90. അപ്പോൾ 0 0 ക്യാൻസൽ ചെയ്യും. ഇനി നമുക്ക് എന്ത് വന്നു? 99/9 എന്ന് വന്നു അല്ലേ. ഇവിടെ നോക്കിയാൽ 99ന് നമുക്ക് വളരെ എളുപ്പം 9 കൊണ്ട് ഹരിക്കാൻ അറിയാലോ. ഒരു പ്രാവശ്യം 1 × 9 9, ബാക്കി 9 ഇറക്കിയിട്ടു. എത്ര പ്രാവശ്യം ഉണ്ട്? ഒരു പ്രാവശ്യം. 1 × 9 9 അല്ലേ. അതായത് 11 പ്രാവശ്യം. അപ്പോൾ 99/9 എന്ന് പറഞ്ഞാൽ 11. കണ്ട, എത്ര ഈസി ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടിയത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയാൽ 325 ഹരിക്കണം 25 അല്ലേ. അപ്പോൾ നമുക്ക് 325 ഹരിക്കണം 25. ഓക്കെ, ഇത് നമുക്ക് അങ്ങനെ മാറ്റി എഴുതാം. ഇവിടെ 25 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാം? ഇതിനെ 50 ആക്കാം അല്ലേ. ഇരട്ടിയാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 0 വരുന്നുണ്ട് അവിടെ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതിനെ അങ്ങോട്ട് 50 ആക്കി കൊടുത്തു. എങ്ങനെ 50 ആക്കിയത്? ഇതിനെ 2 കൊണ്ട് ഗുണിച്ചു അല്ലേ. 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 50 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നാം ഇതിനെ 2 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ നോക്കിയാൽ പെട്ടെന്ന് ചെയ്യേണ്ടവർക്ക് 300ൻ്റെ ഇരട്ടി, 300നെ 2 കൊണ്ട് ഗുണിച്ചാൽ 600 കിട്ടി അല്ലേ. പിന്നെ 25നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 50 കിട്ടും. അപ്പോൾ എത്രയായി? 650. അങ്ങനെ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചു നോക്കാം. 5നെ 5 × 2 10 0, ബാക്കി 1. 2 × 2 4, 1 5. 2 × 3 6 അല്ലേ. അപ്പോൾ 2 കൊണ്ട് നമുക്ക് ഏത് സംഖ്യയും ഗുണിക്കാൻ വളരെ ഈസിയാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 650/50 എന്ന് കിട്ടി. ഇനി നോക്കിയേ, ഇവിടെ 0 ഇവിടെ 0 ക്യാൻസൽ ചെയ്തു. ബാക്കി എത്ര വന്നു? 65/5 അല്ലേ. അപ്പോൾ 65/5 ഒക്കെ നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ അറിയാം. 65 ഹരിക്കണം 5. 6ൽ എത്ര 5 ഉണ്ട്? ഒരു 5 അല്ലേ. 1 × 5 5, ബാക്കി 1 അല്ലേ. കുറയ്ക്കുമ്പോൾ 1 വന്നു. ഇവിടെ 5 ഉണ്ട്, 5 ഇറക്കിയിട്ടു.
15 എത്ര അഞ്ചുണ്ട്? 3 5 അല്ലേ? 3 × 5 15. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 65/5 എന്ന് പറഞ്ഞാൽ 13. കണ്ടാ? അപ്പോൾ നമ്മൾ 325 25 കൊണ്ട് ഹരിക്കുന്നതിന് പകരം വളരെ സിമ്പിളായിട്ട് എന്ത് എഴുതി? 65/5 എന്ന് എഴുതി അല്ലേ? അപ്പോൾ നമുക്ക് 13 ഉത്തരം കിട്ടി. അപ്പോൾ സ്റ്റെപ്പുകൾ മറക്കരുത്. ഇവിടെ നമുക്ക് 0 വരുന്ന രൂപത്തിൽ വേണം നമ്മൾ എഴുതാൻ. എന്നാലും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ചെയ്യാം, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാവും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. 975 ഹരിക്കണം 75 അല്ലേ? ഇപ്പോൾ സംഖ്യയിൽ ഇത്തിരി കൂടി കടുപ്പായി പോയി അല്ലേ? അത് കുഴപ്പമില്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. ഇവിടെ വയ്ക്കുക 975 ഹരിക്കണം 75. അപ്പോൾ നമ്മളെ രീതിക്ക് ഒരു മാറ്റവും ഇല്ല. ഇവിടെ 75 ആണല്ലോ. 75 ആണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ മാറ്റാം? ഇതിന് 2 കൊണ്ട് ഗുണിച്ച് എത്ര വരും? 75ൻ്റെ ഇരട്ടി എത്രയാണ്? 150 അല്ലേ? 150. അപ്പോൾ സംശയമുള്ള ഒരു 2 കൊണ്ട് ഗുണിച്ചു നോക്കട്ടാ. 2 കൊണ്ട് ഗുണിച്ചു. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇതിന് 2 കൊണ്ട് ഗുണിച്ചപ്പോൾ എനിക്ക് 150 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? ഇതിനെയും 2 കൊണ്ട് ഗുണിക്കണം. വേണ്ടേ? അപ്പോൾ എത്ര കിട്ടും നോക്കിയാൽ? 2 × 5 10, ബാക്കി 1. 7 × 2 14, 1 15, ബാക്കി 1. 9 × 2 18, 1 19. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനേക്കാൾ വലിയൊരു സംഖ്യ കിട്ടിയില്ല. അപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ എന്ന് തോന്നും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ 0 അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ഇപ്പം എന്ത് വന്നു? 195/15 എന്ന് വന്നു അല്ലേ? 195/15 എന്ന് വന്നല്ലോ. വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഈ 15നെ ഇരട്ടിയാക്കാം. അതായത് 15നെ നമ്മൾ 30 ആക്കാൻ പോകുന്നു. മനസ്സിലായല്ലോ? സീക്വൽ ടു ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് നോക്കിയാൽ വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതാം. ഇത് 195/15 എന്ന് നമുക്ക് കിട്ടി അല്ലേ? ഇപ്പോഴും ഹരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാം? 15നെ നോക്കിയാൽ 15നെ ഞാൻ 30 എന്ന് എഴുതി ഇരട്ടിയാക്കി. അതായത് ഇതിനെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഗുണിക്കണ്ടേ? 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എന്ത് വരും? 195 × 2 എത്ര വരും? 5 × 2 10, ബാക്കി 1. 9 × 2 18, 1 19, ബാക്കി 1. 1 × 2 2, 1 3. ഇപ്പോൾ നോക്കിയാൽ 390/30 എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് നോക്കിയാൽ ഈ 0 ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് എളുപ്പം ചെയ്യാലോ. 39 ഹരിക്കണം 3. കണ്ടാ? 3ൽ ഒരു പ്രാവശ്യം 1 × 3 3, 9 അരക്കിട്ടു. 9ൽ എത്ര 3 ഉണ്ട്? 3 3 3 × 3 9. അപ്പോൾ എത്ര നമുക്ക് ആൻസർ കിട്ടി? 13. കണ്ടില്ലേ? അപ്പോൾ നാം ചെയ്ത സ്റ്റെപ്പുകൾ ഓർമ്മയുണ്ടല്ലോ. ഒരേ സ്റ്റെപ്പ് തന്നെ. ആദ്യം നമ്മൾ ഇരട്ടിയാക്കി. അപ്പോൾ നമുക്ക് 150 കിട്ടി. ഇവിടെ 1950 കിട്ടി. അപ്പോൾ ഈ 0 ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ബാക്കി എന്ത് കിട്ടി? നമുക്ക് 195നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 15 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്താക്കി? അതിൻ്റെ ഇരട്ടിയാക്കി 30 ആക്കി അല്ലെ? 0 കിട്ടി അല്ലേ? 30 ആക്കി. അപ്പോൾ ഇതിനെയും ഇരട്ടിയാക്കി 390 കിട്ടി. ഈ 0 കൊണ്ട് ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വന്നു? 39/3 എന്ന് വന്നു. 39/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13. കണ്ടില്ലേ? ഇത് എളുപ്പമല്ലേ? ഒരു സ്റ്റെപ്പും കൂടി അല്ലേ? അതേ വ്യത്യാസമുള്ളൂ. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. 875 ഹരിക്കണം 125 അല്ലേ? സംഖ്യകൾ ഒന്നും കൂടി വലുതായി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു കുഴപ്പമില്ല, നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എഴുതി 875 ഹരിക്കണം 125. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 125 അല്ലേ? അപ്പോൾ 125നെ ഇരട്ടിയാക്കാം. അപ്പോൾ എത്ര കിട്ടും? 125ൻ്റെ ഇരട്ടി എത്രയാണ്? 250 അല്ലേ? 250. നോക്കിയാൽ 2 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കിയാൽ 2 × 5 10, ബാക്കി 1. 2 × 2 4, 1 5 അല്ല? 1 × 2 2. അപ്പോൾ നമുക്ക് 250 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെയും ഞാൻ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 2 കൊണ്ട് ഗുണിക്കാനൊക്കെ എളുപ്പമാണ് അല്ലേ? അപ്പോൾ എന്ത് വരും നോക്കിയാൽ? 5 × 2 10, ബാക്കി 1. 7 × 2 14, 14 1 15, ബാക്കി 1. 8 × 2 16, 16 1 17. അപ്പോൾ 1750/250 എന്ന് കിട്ടി അല്ലേ? ഇപ്പോഴും നിങ്ങൾക്ക് തോന്നും ഇത് വലിയ സംഖ്യ ആയാലും ഇതല്ല ബുദ്ധിമുട്ടെന്ന് തോന്നും. ബുദ്ധിമുട്ടല്ല. ഇവിടെ നോക്കിയാൽ ഈ 0 അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്തെന്ന് കിട്ടി എനിക്ക്? 175/25 എന്ന് കിട്ടി അല്ലേ? ഇപ്പോഴും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഒരു പണിയാ, ഇതിനെ നമുക്ക് ഇവിടെ ചെയ്ത പോലെ ഇതിനെയും നമുക്ക് ഇരട്ടിയാക്കാം. ഇതിനെ ഞാൻ 2 കൊണ്ട് ഗുണിക്കുന്നു, ഇതിനെയും 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്ത് വരും നോക്കിയാൽ? 25നെ 2 കൊണ്ട് ഗുണിച്ചാൽ 50 എന്ന് കിട്ടി അല്ലേ? 175നെ 2 കൊണ്ട് ഗുണിച്ചാലോ? 350 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ 2 കൊണ്ട് ഒന്ന് ഗുണിച്ച് നോക്കാം നിങ്ങൾ. അപ്പോൾ 350 എന്ന് കിട്ടി. ഇനി നോക്കിയേ, 0 ക്യാൻസൽ. അപ്പോൾ 35 ഹരിക്കണം 5 എത്രയാണ്? 35നെ 5 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 7 അല്ലേ? 7 × 5 35. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 2 സ്റ്റെപ്പായി അല്ലേ? 2 പ്രാവശ്യം ചെയ്യേണ്ട വന്നു. വേറെ ഒരു വ്യത്യാസവും ഇല്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം.